നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു സാധാരണ ജീവിതം നയിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഭാവിയിൽ നിന്ന് കുറച്ച് മനുഷ്യർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അവർ വരുന്നത് വെറുതെ ഒരു സുഖവിവരം അന്വേഷിക്കാനല്ല, മറിച്ച് 30 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ വരാൻ പോകുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ്. ഒരു ഭീകര ജീവിവർഗം മനുഷ്യരെ വേട്ടയാടി തിന്നുകയാണെന്നും മനുഷ്യവംശം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ ഏതാനും ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളെന്നും അവർ പറയുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയെങ്കിൽ ആ യുദ്ധം ജയിക്കാൻ ഇപ്പോഴത്തെ കാലത്തുള്ള സാധാരണക്കാരായ മനുഷ്യർ ഭാവിയിലേക്ക് പോകേണ്ടി വന്നാലോ? ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് 2021 പുറത്തിറങ്ങി ലോകമെമ്പാടും വലിയ തരംഗമായി മാറിയ ക്രിസ് പ്രാറ്റ് അഭിനയിച്ച ദി ടുമോറോ വാർ എന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രത്തിന്റെ കഥയെക്കുറിച്ചാണ്. ടൈം ട്രാവലും ഏലിയൻ അറ്റാക്കും വൈകാര്യ നിമിഷങ്ങളും ഒന്നിനൊന്നൊത്തുചേർന്ന ഈ സിനിമയുടെ കഥ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ എന്റർടൈനിങ് ആണ്, എൻഗേജിംഗ് ആണ്. കഥ തുടങ്ങുന്നത് നമ്മുടെ നായകൻ ഡാൻ ഫോറസ്റ്ററിലൂടെയാണ്. ഡാൻ ഒരു സാധാരണക്കാരനാണ്. അവൻ പണ്ട് മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. എന്നാൽ ഇപ്പോൾ അവൻ ഒരു സ്കൂളിൽ ബയോളജി ടീച്ചറായി ജോലി ചെയ്യുകയാണ്. വലിയൊരു കമ്പനിയിൽ റിസർച്ച് ജോലിക്ക് അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കിട്ടാത്തതിന്റെ നിരാശയിലാണ് അവൻ. എങ്കിലും അവന് ആശ്വാസം അവന്റെ എല്ലാമായ ഭാര്യ എമ്മയും അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന 9 വയസ്സുകാരി മകൾ മ്യൂറിയുമാണ്. അങ്ങനെയിരിക്കെ 2022 ഡിസംബർ മാസത്തിലെ ഒരു ദിവസം ഡാനും കുടുംബവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളും ചേർന്ന് ലോകകപ്പ് ഫുട്ബോൾ മത്സരം ടിവിയിൽ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കളി ആവേശകരമായി മുന്നേറുന്നതിനിടയിൽ പെട്ടെന്ന് സ്റ്റേഡിയത്തിന് നടുവിലേക്ക് വലിയൊരു പ്രകാശവലയം പ്രത്യക്ഷപ്പെടുന്നു. കളി കാണുന്നവരും കളിക്കാരും ഒരുപോലെ ഭയന്നു പോവുകയാണ്. ഈ പ്രകാശത്തിനുള്ളിൽ നിന്ന് ആധുനിക ആയുധങ്ങൾ എന്തിയ ഒരു കൂട്ടം സൈനികർ പുറത്തേക്ക് വരുന്നു. അവരുടെ ലീഡർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ വരുന്നത് 2051 നിന്നാണ്. അതായത് കൃത്യം 30 വർഷം ഭാവിയിൽ നിന്ന്. ഭാവിയിൽ മനുഷ്യവർഗം ഒരു ഭീകര ജീവിവർഗവുമായി യുദ്ധത്തിലാണ്. അവരെ നമ്മൾ വൈറ്റ് സ്പൈക്സ് എന്ന് വിളിക്കുന്നു. കേവലം 11 മാസം കൊണ്ട് ഭാവഭേദമില്ലാതെ മനുഷ്യരെ അവർ കൊന്നൊടുക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിലാകെ 5 ലക്ഷം മനുഷ്യർ മാത്രമേ ജീവനോടെയുള്ളൂ. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളിൽ നിന്ന് ആളുകളെ ഭാവിയിലേക്ക് അയച്ചില്ലെങ്കിൽ മനുഷ്യവംശം ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകും. ഈ പ്രഖ്യാപനം ലോകത്തെയാകെ മാറ്റിമറിക്കുന്നു. ഭാവിയിലെ യുദ്ധം ജയിക്കാൻ ഇപ്പോഴത്തെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. അതായത് 2022 ആളുകളെ നിർബന്ധപൂർവം ഭാവിയിലെ യുദ്ധത്തിലേക്ക് അയക്കുക. ഓരോ ആഴ്ചയും ആയിരക്കണക്കിന് ആളുകളെ ഭാവിയിലേക്ക് അയക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ പോയവരിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. തിരികെ വരുന്നത് വെറും 20% താഴെ ആളുകൾ മാത്രം. അതും 7 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് വലിയ പരിക്കുകളോടെയും കടുത്ത മാനസിക ആഘാതത്തോടെയുമാണ്. അത്രമേൽ ഭീകരമായിരുന്നു ആ യുദ്ധം. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ നായകൻ ഡാന്റെ കയ്യിലേക്കും ആ സമൻസ് വരുന്നു. ഡാനും ഭാവിയിലേക്ക് പോകണം. ഇത് കേട്ട് ഭാര്യയും മകളും തകർന്നു പോവുകയാണ്. ഡാന്റെ കയ്യിൽ ഭാവിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക ടൈം ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിക്കുന്നു. ഭാവിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഭൂരിഭാഗവും 30 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കാരണത്താൽ മരണപ്പെടാൻ സാധ്യതയുള്ളവരാണ്. അതായത് ഭാവിയിൽ ജീവനോടെ ഇല്ലാത്ത ആളുകളെ മാത്രമാണ് ടൈം പാരഡോക്സ് ഒഴിവാക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത്. ഡാൻ തന്റെ കയ്യിലെ ഉപകരണം അഴിച്ചുമാറ്റാൻ സഹായം തേടി തന്റെ അച്ഛനായ ജെയിംസിന്റെ അടുത്തെത്തുന്നു. ജെയിംസ് ഒരു മുൻ മിലിറ്ററി എഞ്ചിനീയർ ആണ്. പക്ഷെ ഡാന് അച്ഛനോട് വലിയ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ അകൽച്ചയിലാണ്. അച്ഛൻ സഹായിക്കാമെന്ന് ഏൽക്കുന്നുണ്ടെങ്കിലും മകൾക്ക് വേണ്ടി ജീവനോടെ തിരിച്ചു വരണമെന്ന ആഗ്രഹത്താൽ നിയമവിരുദ്ധമായി രക്ഷപ്പെടാൻ ഡാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ യുദ്ധത്തിന് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അവൻ ഭാര്യയോടും മകളോടും യാത്ര പറയുന്നു. അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് ഡാൻ മറ്റു ചില സാധാരണക്കാരായ ആളുകളെ പരിചയപ്പെടുന്നു. അതിലൊരാളാണ് ചാർലി. ചാർലിക്ക് യുദ്ധത്തെക്കുറിച്ച് ഒരറിവുമില്ല. മറ്റൊരാളാണ് ഇതിനകം 2 തവണ അവിടെ പോയി രക്ഷപ്പെട്ട ഡോറിയൻ എന്ന മാസ് കഥാപാത്രം. അവർക്ക് കൃത്യമായ ആയുധ പരിശീലനം പോലും നൽകാൻ സമയമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അടിയന്തര സാഹചര്യം ഉണ്ടാകുന്നു. 2051 ഒരു പ്രധാന റിസർച്ച് ലാബ് ഏലിയൻസ് ആക്രമിക്കാൻ പോകുന്നു. അവിടെയുള്ള സയന്റിസ്റ്റുകളെ രക്ഷിക്കാൻ ഇവരെ പെട്ടെന്ന് തന്നെ ഭാവിയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. ടൈം ജമ്പ് എന്ന പ്രക്രിയ വളരെ അപകടം പിടിച്ചതാണ്. ഇതിലൂടെയാണ് ആളുകളെ ഭാവിയിലേക്ക് എത്തിക്കുന്നത്. ജമ്പ് ലിങ്ക് വഴി അവർ 2051 പോകുമ്പോൾ സാങ്കേതിക തകരാർ കാരണം അവർ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന സ്ഥലത്തിന് കിലോമീറ്ററുകൾ മുകളിലാണ് ടൈം പോർട്ടൽ തുറക്കുന്നത്. ഭയപ്പെടുന്നൊരു ദൃശ്യം ആലോചിച്ച് നോക്കൂ. 100 കണക്കിന് ആളുകൾ ആകാശത്ത് നിന്ന് ഒരു നഗരത്തിന് മുകളിലേക്ക് വീഴുകയാണ്. പലരും കെട്ടിടങ്ങൾക്ക് മുകളിലും റോഡിലും വീണ് തൽക്ഷണം മരിക്കുന്നു. ഭാഗ്യത്തിന് ഡാനും ചാർലിയും ഡോറിയനും ഒരു കെട്ടിടത്തിന്റെ മുകളിലെ നീന്തൽ കുളത്തിലേക്കാണ് വീഴുന്നത്. അതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നു. അവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് തകർന്നടിഞ്ഞ പുകയുന്ന മിയാമി നഗരമാണ്.
റോഡുകളിൽ വണ്ടികൾ കത്തുന്നു, കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു. കമാൻഡറുടെ നിർദ്ദേശപ്രകാരം അവർ ആ റിസർച്ച് ലാബിലേക്ക് നീങ്ങുന്നു. അവിടെ എത്തിയ അവർ കാണുന്നത് ചോരയിൽ കുഴച്ചു കിടക്കുന്ന ലാബാണ്. സയന്റിസ്റ്റുകൾ ഇതിനകം കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ചില റിസർച്ച് ഡാറ്റയും കുറച്ച് കെമിക്കലുകളും ഡാനും സംഘവും വീണ്ടെടുക്കുന്നു. അപ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത്. ഭിത്തികൾ തകർത്ത് ഇരുട്ടിൽ നിന്ന് അവർ വരികയാണ്. വൈറ്റ് സ്പൈക്സ്. ആ ജീവികളുടെ രൂപം തന്നെ ഭയം ജനിപ്പിക്കുന്നതാണ്. 4 കാലുകൾ, വാലിൽ നിന്ന് മാരകമായ മുള്ളുകൾ, വെടിയുണ്ട പോലെ തൊടുക്കാൻ കഴിയുന്ന വിചിത്ര ജീവികൾ. അവ മനുഷ്യരെ കടിച്ചു കീറാൻ തുടങ്ങുന്നു. ഡാന്റെ ടീമിലെ പലരും അവിടെ വെച്ച് തന്നെ ക്രൂരമായി കൊല്ലപ്പെടുന്നു. പക്ഷേ ഡാൻ തന്റെ മിലിറ്ററി ബുദ്ധി ഉപയോഗിച്ച് ആ ജീവികളെ നേരിടുന്നു. അവിടെ രൂക്ഷമായ പോരാട്ടം നടക്കുന്നു. ഡാന്റെ കൂട്ടത്തിലെ ഒരുപാട് പേർ അവിടെ മരിക്കുന്നു. ഡാൻ അവിടെയുള്ള ബാക്കിയുള്ള ആളുകളുമായി ഒരു മിലിറ്ററി വണ്ടിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏലിയൻസ് പുറകെ വന്ന് അവരുടെ വണ്ടി അറ്റാക്ക് ചെയ്യുന്നു. ആകെ അടിയന്തര ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ വ്യോമസേന വന്ന് ആ പ്രദേശം മുഴുവൻ ബോംബിട്ട് നശിപ്പിക്കുന്നു. ഡാൻ ബോധം കെട്ട് വീണ് എങ്ങനെയോ അവിടെ സർവൈവ് ചെയ്യുന്നു. ഡാൻ കണ്ണു തുറക്കുമ്പോൾ അവൻ ഒരു മിലിറ്ററി ക്യാമ്പിലാണ്. അവനെ ചികിത്സിച്ച സൈനികർ അവനെ അവിടുത്തെ ചീഫ് കമാൻഡറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ കമാൻഡറെ കാണുമ്പോൾ ഡാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ആ കമാൻഡർ മറ്റാരുമല്ല, ഡാന്റെ 9 വയസ്സുള്ള മകൾ മ്യൂറിയുടെ ഭാവരൂപമാണ് അവൾക്ക്. അവളിപ്പോൾ കേണൽ മ്യൂറി ഫോറസ്റ്ററാണ്. അവളാണ് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ വെച്ച് സിനിമ വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. മ്യൂറി തന്റെ അച്ഛനോട് സംസാരിക്കുകയാണ്. ഭൂതകാലത്തിൽ താൻ കണ്ട അച്ഛനല്ല ഇപ്പോഴത്തെ അച്ഛൻ എന്ന് അവൾ പറയുന്നു. കാരണം ഡാൻ ഭാവിയിൽ, അതായത് 2030 ഒരു കാർ അപകടത്തിൽ മരിക്കുമെന്നും അതിനു മുൻപ് കുടുംബവുമായി അകന്ന് വലിയ മാനസിക വിഷമം അനുഭവിച്ചിരുന്നതായും അവൾ വെളിപ്പെടുത്തുന്നു. ഇത് ഡാന് വലിയൊരു ആഘാതമാകുന്നു. കാരണം തന്റെ മകളെ അത്രയേറെ സ്നേഹിക്കുന്ന താൻ എങ്ങനെയാണ് അവളെ വിട്ടു പോവുക എന്ന് അവന് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. എന്നാൽ മ്യൂറിക്ക് ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ലക്ഷ്യമുണ്ട്. അവൾ ഒരു ബയോളജിസ്റ്റ് കൂടിയാണ്. ഈ വൈറ്റ് സ്പൈക്സിനെ വെറും ഒരു തോക്കുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഒരു ടോക്സിൻ അഥവാ വിഷം കണ്ടുപിടിക്കണം. ആൺ ഏലിയൻസിനെ കൊല്ലാനുള്ള വിഷം അവർ ഉണ്ടാക്കിയെങ്കിലും അതിന് പ്രതിരോധശേഷിയുള്ള ഫീമെയിൽ ഏലിയനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആൺ ഏലിയൻസിനേക്കാൾ വലുതും മാരകവുമാണ് ഫീമെയിൽ ഏലിയൻസ്. ഒരെണ്ണത്തിന് എങ്ങനെയെങ്കിലും ജീവനോടെ പിടികൂടിയാൽ മാത്രമേ അതിൻ്റെ DNA ഉപയോഗിച്ച് പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. അങ്ങനെ ഡാനും മ്യൂറിയും ഒരു വലിയ സൈന്യത്തോടൊപ്പം ഒരു ഗുഹയിലേക്ക് പുറപ്പെടുന്നു. അവിടെയാണ് ഫീമെയിൽ ഏലിയൻസ് ഒളിച്ചിരിക്കുന്നത്. ആ ജീവിയെ കണ്ടുമുട്ടുന്ന സീൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലിൻ രംഗങ്ങളിൽ ഒന്നാണ്. മ്യൂറിയും ടീമും ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്നു. അവർ ആ ജീവിയെ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. എത്രയൊക്കെ പണിപ്പെട്ടിട്ടും അവർക്ക് ആ ജീവിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മ്യൂറി മുന്നോട്ട് വന്ന് അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അവളുടെ ജീവൻ അപകടത്തിലാവുമെന്ന സ്ഥിതി വരുന്നു. ആ സമയത്ത് ഡാൻ ഹെലികോപ്റ്ററിൽ നിന്നും ഗുഹയിലേക്ക് ഇറങ്ങുന്നു. അവർ ഒരു വിധത്തിൽ ആ ജീവിയെ കീഴ്പ്പെടുത്തി ഒരു കേജിനുള്ളിൽ ആക്കുന്നു. 100 കണക്കിന് ആൺ ഏലിയൻസ് അതിനെ സംരക്ഷിക്കാൻ വരുന്നുണ്ടെങ്കിലും വലിയൊരു പോരാട്ടത്തിനൊടുവിൽ അവർ അതിനെ ചങ്ങലയിൽ ബന്ധിച്ച് ഒരു ഹെലികോപ്റ്ററിൽ മാറ്റുന്നു. അവർ അതിനെ സമുദ്രത്തിന് നടുവിലുള്ള ഡിഫൻസ് റിസർച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ മ്യൂറിയും ഡാനും ചേർന്ന് ഫീമെയിൽ ഏലിയന്റെ ശരീരത്തിൽ പലതരത്തിലുള്ള കെമിക്കലുകൾ പരീക്ഷിക്കുന്നു. ഒടുവിൽ കഠിനമായ ശ്രമങ്ങൾക്കൊടുവിൽ അവർ ആ ജീവിയെ കൊല്ലാൻ ശേഷിയുള്ള കൃത്യമായ ആന്റിഡോട്ട് വികസിപ്പിച്ചെടുക്കുന്നു. പക്ഷേ സന്തോഷിക്കാൻ അവർക്ക് അധികം സമയം കിട്ടുന്നില്ല. തങ്ങളുടെ റാണിയെ രക്ഷിക്കാൻ ലക്ഷക്കണക്കിന് വൈറ്റ് സ്പൈക്സ് കടൽ നീന്തി ആ റിസർച്ച് സ്റ്റേഷനെ ആക്രമിക്കാൻ വരികയാണ്. വളരെ ഭീകരമായ രംഗം. കടലിൽ നിന്ന് ഒരു വലിയ മതിൽ പോലെയാണ് ഏലിയൻസ് ക്യാമ്പിലേക്ക് ഇരച്ചു കയറുന്നത്. സൈനികർ പരമാവധി പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ഏലിയൻസ് ക്യാമ്പ് തകർക്കുന്നു. ആ പോരാട്ടത്തിൽ ഫീമെയിൽ ഏലിയൻ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു വരികയും മ്യൂറിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. മ്യൂറിക്ക് മാരകമായി പരിക്കേൽക്കുന്നു. ഡാൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏലിയൻസിന്റെ എണ്ണം കൂടുതലായിരുന്നു. മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് മ്യൂറി ആ മരുന്ന് ഡാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നു, അച്ഛാ, ഇത് കയ്യിൽ വെക്കൂ, ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകൂ, അവിടെ വെച്ച് ഇത് വലിയ തോതിൽ നിർമ്മിച്ച് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ ഇല്ലാതാക്കൂ, ഭാവിയെ രക്ഷിക്കൂ. ഡാന്റെ കൺമുന്നിൽ വെച്ച് മ്യൂറി ഏലിയൻസിന്റെ കൂട്ടത്തിലേക്ക് വീഴുന്നു. തന്റെ മകളെ രക്ഷിക്കാനായി ഡാൻ കൂടെ ചാടുന്നുണ്ടെങ്കിലും അതേസമയം ഡാന്റെ 7 ദിവസത്തെ ഡ്യൂട്ടി തീരുകയും അവൻ 2022 ടൈം ട്രാവൽ വഴി തിരികെ വലിക്കപ്പെടുകയും ചെയ്യുന്നു. ഡാൻ തിരികെ 2022 എത്തുമ്പോൾ കാണുന്നത് ലോകത്തിന്റെ തകർച്ചയാണ്. കാരണം ഭാവിയുമായുള്ള ടൈം പോർട്ടൽ ജമ്പ് ലിങ്ക് പൂർണ്ണമായി തകർന്നു പോയിരുന്നു. ഇനി ആർക്കും ഭാവിയിലേക്ക് പോകാനോ അവിടെയുള്ളവരെ രക്ഷിക്കാനോ കഴിയില്ല. തന്റെ മകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഫേറ്റ് ഡാന് ഇപ്പോൾ അറിയാം.
ഡാന്റെ കയ്യിൽ ആ മരുന്നുണ്ടെങ്കിലും അത് ഭാവിയിലെ ഏലിയൻസിന് കൊടുക്കാൻ ഒരു വഴിയുമില്ല. ലോകം മുഴുവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കലാപങ്ങളിലേക്ക് നീങ്ങുന്നു. കാരണം അവരുടെ ഭാവി ഏതാണ്ട് അസ്തമിച്ച പോലെയായിരുന്നു. എന്നാൽ ഡാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ ഏലിയൻസ് 2048 പെട്ടെന്നൊരു ദിവസം എവിടെ നിന്നാണ് വന്നത്? അന്യഗ്രഹത്തിൽ നിന്ന് ഒരു സ്പേസ് ഷിപ്പ് വന്നതായി ഒരു ഉപഗ്രഹത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അവ ഇതിനോടകം ഭൂമിയിലുണ്ടായിരുന്നു. ഡാൻ തന്റെ സ്കൂളിലെ വിദ്യാർത്ഥിയായ ടോപ്പി എന്ന വോൾക്കാനോ എക്സ്പെർട്ടിന്റെ സഹായം തേടുന്നു. ഏലിയൻസിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ചില മണ്ണും ചാരവും പരിശോധിച്ചപ്പോൾ അത് റഷ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതായത് ഈ ഏലിയൻസ് വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയിൽ വന്നിറങ്ങിയതാണ്. എന്നാൽ റഷ്യയിലെ കഠിനമായ മഞ്ഞനടിയിൽ അവ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആഗോളതാപനം കാരണം മഞ്ഞുരുകിയപ്പോഴാണ് 2048 അവ പുറത്തു വന്നതും മനുഷ്യരെ ആക്രമിച്ചതും. ഈ വിവരം ഡാൻ അധികാരികളെ അറിയിക്കുന്നുണ്ടെങ്കിലും റഷ്യയിലെ ആ മഞ്ഞുമലയിലേക്ക് ഒരു സൈന്യത്തെ അയക്കാൻ അപ്പോൾ സർക്കാർ തയ്യാറാകുന്നില്ല. കാരണം ഇപ്പോൾ ലോകരാജ്യങ്ങൾ തമ്മിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമെന്ന് ഡാൻ തീരുമാനിക്കുന്നു. അതിനായി അവൻ തന്റെ അച്ഛനായ ജെയിംസിന്റെ സഹായം തേടുന്നു. ജെയിംസ് തന്റെ പഴയ സുഹൃത്തുക്കളെയും ഒരു വിമാനവും റെഡിയാക്കുന്നു. ഡാൻ, ജെയിംസ്, പിന്നെ ഭാവിയിൽ നിന്ന് രക്ഷപ്പെട്ട ചാർലിയും ഡോറിയനും ചേർന്ന് റഷ്യയിലെ മരവിച്ച മഞ്ഞുമലകളിലേക്ക് അനധികൃതമായി യാത്ര തിരിക്കുന്നു. അവിടെ മഞ്ഞിനടിയിൽ അവർ തിരച്ചിൽ നടത്തുന്നു. ഒടുവിൽ അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വന്നിറങ്ങിയ ഒരു വലിയ ഏലിയൻ സ്പേസ് ഷിപ്പ് മഞ്ഞിനടിയിൽ ഒളിച്ചു കിടക്കുന്നു. അവർ ആ കപ്പലിനുള്ളിലേക്ക് കയറുന്നു. അവിടെയുള്ള ക്യാപ്സ്യൂളുകളിൽ ലക്ഷക്കണക്കിന് വൈറ്റ് സ്പൈക്സ് ഉറങ്ങിക്കിടക്കുകയാണ്. ഡാനും സംഘവും തങ്ങൾ കൊണ്ടുവന്ന ആന്റിഡോട്ട് വിഷം ഓരോ ജീവിയുടെ ശരീരത്തിലേക്കും ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങുന്നു. വിഷമേൽക്കുന്ന ഏലിയൻസ് ഉള്ളിൽ നിന്ന് തകർന്നു മരിക്കുന്നു. പക്ഷേ ആ പ്രക്രിയക്കിടയിൽ ഒരു ഏലിയൻ ഉണരുകയും അത് മറ്റുള്ളവയ്ക്ക് സിഗ്നൽ നൽകുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആ ഷിപ്പിലെ ഏലിയൻസ് ഒന്നൊന്നായി ഉണരാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് ഒരു മാരകമായ പോരാട്ടം നടക്കുന്നു. ഡോറിയൻ തനിക്ക് ക്യാൻസർ ആണെന്നും താൻ എങ്ങനെയായാലും മരിക്കുമെന്നും പറഞ്ഞ് ആ കപ്പൽ ബോംബ് വെച്ച് തകർക്കാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഡോറിയൻ കപ്പൽ തകർക്കുന്നു. ലക്ഷക്കണക്കിന് ഏലിയൻസ് അവിടെ വെച്ച് തന്നെ ചാമ്പലാകുന്നു. എന്നാൽ ആ കൂട്ടത്തിലെ ഏറ്റവും ഭീകരയായ ഫീമെയിൽ ഏലിയൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നു. അത് പുറത്തെത്തിയാൽ വീണ്ടും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ലോകം നശിപ്പിക്കും. ഡാനും അവന്റെ അച്ഛൻ ജെയിംസും ആ മഞ്ഞുമലയിൽ വെച്ച് ആ ഫീമെയിൽ ഏലിയനെ നേരിടുന്നു. അതിഭയങ്കരമായ ഒരു ഫൈറ്റ് സീനാണ്. ഏലിയൻ വളരെ പവർഫുള്ളാണ്. ആ ഏലിയൻ ഡാനെ ആക്രമിക്കുമ്പോൾ ജെയിംസ് അതിനെ തടയുന്നു. അത്യന്തം ഭയങ്കരനായ ഒരു ജീവിയാണിത്. ഡാനും അച്ഛനും പലതരത്തിലും നോക്കുന്നുണ്ടെങ്കിലും ജീവിയെ കീഴ്പ്പെടുത്താൻ ഇവർക്കാവുന്നില്ല. അവർ രണ്ടുപേരും മാറി മാറി ഏലിയനോട് യുദ്ധം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ഡാനെ ഏലിയൻ കൊല്ലുമെന്ന സ്ഥിതി വരുമ്പോൾ ഡാൻ തിരികെ വന്ന് ജീവിയെ ആക്രമിക്കുന്നു. ജെയിംസ് തന്റെ കൈമുറിച്ച് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായി ഏലിയന്റെ ശ്രദ്ധയാകർഷിക്കാൻ നിൽക്കുന്നു. ഒടുവിൽ ഡാൻ ആ ഏലിയന്റെ വായിലേക്ക് നേരിട്ട് ആ വിഷം ഒഴിക്കുകയും തന്റെ കയ്യിലെ കത്തുപയോഗിച്ച് അതിനെ കുത്തി മഞ്ഞുമലയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭീകരജീവി അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. അങ്ങനെ 30 വർഷത്തിന് ശേഷം നടക്കേണ്ടിയിരുന്ന ആ വലിയ ദുരന്തത്തെ, മനുഷ്യവംശത്തിന്റെ അന്ത്യത്തെ ഡാനും സംഘവും ഭൂതകാലത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്നു. ഡാൻ തന്റെ അച്ഛനുമായി ഒന്നിക്കുന്നു. വീട്ടിൽ തിരിച്ചെത്തി തന്റെ മകൾ മ്യൂറിയെ കെട്ടിപ്പിടിക്കുന്നു. അവൻ ഭാവിയെ താൻ മാറ്റിമറിച്ചുവെന്നും തന്റെ മകൾക്ക് ഇനി ഒരു അപകടവും വരില്ലെന്നും അവൻ ഉറപ്പു നൽകുന്നതോടെ സിനിമ അവസാനിക്കുന്നു. മികച്ച വിഷ്വൽസും നെഞ്ചിടിപ്പേറ്റുന്ന ആക്ഷൻ രംഗങ്ങളും അച്ഛൻ മകൾ ബന്ധത്തിന്റെ ആഴവും കാണിച്ചു തന്ന ഒരു പക്ക എന്റർടൈനറാണ് ഈ ചിത്രം. ടൈം ട്രാവൽ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വിരുന്ന് തന്നെയാണ്.